ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗണിതമഞ്ജരിയിൽ എക്സസൈസ് സെറ്റ് 2.2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 4ാമത്തെ ചോദ്യം മുതൽ ചെയ്തു തുടങ്ങാം. 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 63. The ratio of the 2 integers is 2:5. Find the integers. നമ്മൾ റേഷ്യോ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. 2 നമ്പേഴ്സ് 2:5 റേഷ്യോയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 2x ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 5x ആയിരിക്കും. ഇതാണ് റേഷ്യോയിലാണ്, 2 നമ്പേഴ്സ് ഒരു റേഷ്യോയിലാണ്, 2:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഒരു നമ്പർ 2x ആണെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും? 5x ആയിരിക്കും. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 63. ഇവിടെ നമുക്ക് ഏതാ വലിയ നമ്പർ? 5x ആണ് വലിയ നമ്പർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളുടെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5x - 2x ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 63 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ 5x - 2x എത്രയാണ്? 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3 ആണ്. ഇറ്റ് ഈസ് 3x. 3x = 63 ആണ്. അങ്ങനെയാണെങ്കിൽ x = എത്രയായിരിക്കും? 63/3 ആയിരിക്കും. 21 ആണ് എക്സിൻ്റെ വാല്യൂ. നോക്കണേ, നമുക്ക് വാല്യൂ ഫൈനൽ ആൻസർ കിട്ടിയിട്ടില്ല. നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇൻറ്റിജേഴ്സ് ആരാന്ന് അറിയണമെങ്കിൽ എന്താണ്? ഒരു ഇൻറ്റിജർ എന്ന് പറയുന്നത് 2x ആണ്, അടുത്ത ഇൻറ്റിജർ എന്ന് പറയുന്നത് 5x ആണ്. സോ ഫസ്റ്റ് ഇൻറ്റിജർ 2x = എത്രയാണ്? 2 × 21. എക്സിൻ്റെ വാല്യൂ കൊടുത്തു. 2 × 21 എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. എഗെയിൻ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 × x ആണ്. അതായത് 5 × 21. 5 × 21 എത്രയാണ്? 5 × 20 100 ആണ്. സോ ഒരു 5ഉം കൂടെ, സോ 105. ഓക്കെ, 105 ആണ് രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? റൂബി ഹാസ് 3 times as many 2 rupees coins as she has 5 rupee coins. എന്തായി എഴുതി വെച്ചിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ നോക്കിയാൽ മതി. ബാക്കി നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. റൂബിയുടെ കയ്യിൽ കുറച്ച് കോയിൻസ് ഇരിക്കുന്നുണ്ട്. ആ കോയിൻസ് ചുമ്മാ അങ്ങനെ ഇരിക്കുകയല്ല, അതിനൊരു കണക്കുണ്ട്. അതായത് എത്ര 5 rupee കോയിൻസ് ഉണ്ടോ അതിൻ്റെ 3 ഇരട്ടി എന്തുണ്ട്? 2 rupee കോയിൻസ് ഉണ്ട്. അതാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? അപ്പോൾ 5 rupee കോയിൻസ് എന്ന് പറയുന്നത് എക്സ് എണ്ണമാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, ലെറ്റ് ദി 5 rupees കോയിൻസ് ബി, ലെറ്റ് ദി നമ്പർ ഓഫ്, ഓക്കെ, ലെറ്റ് ദി നമ്പർ ഓഫ് 5 rupee കോയിൻസ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ 2 rupee കോയിൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 rupee കോയിൻസിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞതുപോലെ എത്രയാണ്? 3 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെൻറ്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ഷീ ഹാസ് എ ടോട്ടൽ 88 rupees, ഓക്കെ, ഇഫ് ഷീ ഹാസ് എ ടോട്ടൽ rupees 88, ഹൗ മെനി കോയിൻസ് ഡസ് ഷീ ഹാവ് ഓഫ് ഈച്ച് ടൈപ്പ്? അപ്പോൾ പുള്ളിക്കാരിക്ക് ഓരോ കോയിൻസും എത്ര എണ്ണം വീതമുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് അല്ലേ തന്നിരിക്കുന്നത്, കോയിൻസിൻ്റെ എണ്ണമല്ല തന്നേക്കുന്നത്. ആളുടെ കയ്യിൽ ആകെയുള്ള എമൗണ്ടാണ് എത്രയും തന്നേക്കുന്നത്? 88 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ എക്സ് 5 rupees കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയായിരിക്കും? 5x ആണ് എന്തെന്ന് പറയുന്നത്? 5 rupees കോയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് 5x അല്ലേ? അതുപോലെ ബാക്കി 3 × എത്രയുണ്ട്? 2 rupees ഉണ്ട് അല്ലേ? അപ്പോൾ 2 rupees കോയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും? 3 × 2x ആയിരിക്കില്ലേ? 3x × 2 ആയിരിക്കില്ലേ? മനസ്സിലായോ? ഇവിടെ എഴുതാം 3x × 2. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് അയാളുടെ കയ്യിലുള്ള 5 രൂപയുടെ എണ്ണം എന്ന് പറയുന്നതാണ് എക്സ്. ഓരോ റുപ്പീസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 5 ആണല്ലോ, 5 rupees ആണല്ലോ. അപ്പോൾ മൊത്തം എമൗണ്ട് 5 rupees മാത്രം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? 5x rupees ഉണ്ടാകും. അതുപോലെ തന്നെയാണ് 2 rupee കോയിൻ്റെ എണ്ണമാണ് 3x എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 rupees മാത്രം നമ്മൾ കൗണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 3x × 2 rupees അല്ലേ ഉണ്ടാവാം. ഇനി ഇത് മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കണേ? മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് 88 rupees ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 5x
പ്ലസ് എത്രയാണ് 3x ഇൻറ്റു 2 എന്ന് പറയുന്നത് 6x ആണ് അല്ലേ, ഈക്വൽ ടു 88. സോ 5xും 6xോടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 11x ആണ്. 11x ഈക്വൽ ടു 88 ആണ്. ഇങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 88/11. ഓക്കെ, അത് 8 ആണ്. സോ ആളുടെ കയ്യിലുള്ള 5 രൂപ കോയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 8 ആണ്. 8 5 രൂപ കോയിൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇനി എത്ര 2 റുപ്പീസ് കോയിൻസ് ഉണ്ടാവും? അത് 3x ആയിരിക്കും. ഓക്കെ, 3 ഇൻറ്റു എക്സ്, അതായത് 3 ഇൻറ്റു 8 എത്രയാണ് 24 2 റുപ്പീസ് കോയിൻസ് ആളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇതുപോലുള്ള ചോദ്യങ്ങളും പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഫാർമർ കട്ട്സ് എ 300 feet ഫെൻസ് ഇൻറ്റു 2 പീസസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. ഓക്കെ, ഒരു 300 feet ഒരു ഫെൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം 2 ഡിഫറെൻറ്റ് സൈസസിൽ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി ലോങ്ങർ പീസ് ഈസ് 4 times ലോങ് ആസ് ദി ഷോർട്ടർ പീസ്. ഷോർട്ടർ പീസിൻ്റെ 4 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4 times ആണ് ലോങ്ങർ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ടർ പീസിന് എടുക്കാം അല്ലേ. അപ്പോൾ ഷോർട്ടർ പീസ് നമ്മളെന്താണ്, ഷോർട്ടർ പീസ് ഞാൻ എക്സ് എന്ന് എടുക്കുവാണ്. ഓക്കെ, ഷോർട്ടർ പീസ് എന്ന് പറയുന്നത് എത്രയാണ്, ഞാൻ x feet എന്ന് എടുക്കുവാണെങ്കിൽ ലോങ്ങർ പീസ് എത്രയായിരിക്കും? ലോങ്ങർ പീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 4 times ആണ്, അതായത് 4x ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഷോർട്ടർ പീസ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ലോങ്ങർ പീസ് എന്ന് പറയുന്നത് 4x ആണ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? ടോട്ടലായിട്ടുള്ള 300 കിട്ടത്തില്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4x ഈക്വൽ ടു 300 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എത്രയാണ് വരുന്നത്? ഒരു എക്സും 4x കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5x ആണ് വരുന്നത്. 5x ഈക്വൽ ടു 300 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു എത്രയാണ്? 300/5 ആണ്. എത്ര വരും ആൻസർ? 60 എന്ന് വരും. സോ ഹൗ ലോങ് ആർ ദി 2 പീസസ് എന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ ആദ്യത്തെ പീസ് എക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 60 feet ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 4 ഇൻറ്റു ലോങ്ങർ പീസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 60 ആയിരിക്കും, 240 feet ആയിരിക്കും എന്ന് പറയുന്നത് ലോങ്ങർ പീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇഫ് ദി ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 more than twice the width and its perimeter is 24 centimeter, what are the dimensions of the rectangle? നമ്മളെടുത്ത് തന്നേക്കുന്നത് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് എന്ന് എടുക്കാം. ബ്രെഡ്ത്ത് ബി ആൻഡ് അല്ലെങ്കിൽ വിഡ്ത്ത് ബി ആൻഡ് ലെങ്ത് ബി എൽ. ഓക്കെ, ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നതാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് എങ്ങനെ തന്നേക്കുന്നത്? ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാട്ടിലും ബ്രെഡ്ത്തിൻ്റെ ഇരട്ടീനോട് ട്വൈസിനോട് 3 കൂട്ടുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് 3 more than twice its width. അപ്പോൾ ട്വൈസ് ഇറ്റ്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2b ആണ്. ട്വൈസ് ദി വിഡ്ത്ത് എന്ന് പറയുമ്പോഴേക്കും 2b ആണ്. 2bനോട് 3 കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന അടുത്ത കേസ് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 24 centimeter ആണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 24 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലിന് പകരം ഇവിടെ ആരെ എഴുതാം? 2b + 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 ഇൻറ്റു 2b + 3 പ്ലസ് ഇവിടെ ബിയും കൂടെ കിടക്കുന്നുണ്ട്. എല്ലിൻ്റെ മാത്രം വാല്യൂ ആണ് 2b + 3 പ്ലസ് ഇവിടെ ബിയും കൂടെ കിടക്കുന്നുണ്ട്. അത് എത്രയാണ്? 24 ആണ്. ഓക്കെ, അത് 24 ആണ്. ദെൻ നമുക്ക് ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇവിടുത്തെ 2bയും ഇവിടുത്തെ ബിയും കൂടെ പ്ലസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2b + b എന്ന് പറയുന്നത് 3b ആണ്. 3b + 3 ഈക്വൽ ടു ഈ 24, ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട് വരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആകും. അതായത് 24/2 ആകും. അതായത് 3b + 3 ഈക്വൽ ടു 12 എന്ന് വരും. അപ്പോൾ 3b ഈക്വൽ ടു എത്രയായിരിക്കും? ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 12 - 3 എന്ന് വരും. അതായത് 3b ഈക്വൽ ടു 9 എന്ന് വരും. ബി ഈക്വൽ ടു ആരാണ്? ബി ഈക്വൽ ടു 9/3 ആണ്.
എത്ര വരും? 3 എന്ന് വരും. സോ ബ്രെഡ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ലെങ്ത്ത് കണ്ടുപിടിക്കണ്ടേ? വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്തിനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെയുണ്ട് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അല്ലേ? ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി. ഇവിടെ ബീൻ്റെ വാല്യൂ ആരാ? 3 ആണല്ലോ. 2 ഇൻറ്റു 3 പ്ലസ് 3. ഓക്കെ, അതായത് 6 പ്ലസ് 3 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 3ഉം ലെങ്ത്ത് എന്ന് പറയുന്നത് 9ഉമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ എക്സസൈസ് സെറ്റ് 2.2 എന്ന് പറയുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എക്സ്പ്ലോറിങ് ലീനിയർ പാറ്റേൺസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.